ഹലോ, അസ്സാം വലൈക്കും. ഇപ്പോൾ വാഷിംഗ് മെഷീന് വെള്ളത്തിന് സ്പീഡില്ല, അപ്പോൾ മെക്കാനിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഞാനിപ്പം കാണിച്ചാൽ എയറിൻ്റെ വാഷിംഗ് മെഷീനാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇത് ആദ്യം മേൽഭാഗത്തുനിന്ന് അയച്ചു മാറ്റുക. വെള്ളം അയച്ചു മാറ്റി കഴിഞ്ഞാൽ അതിനുള്ളിൽ 2 ഫിൽറ്ററാണുള്ളത്. രണ്ടിലും നോക്കിയാൽ നല്ല കച്ചറയാണുള്ളത്. അപ്പോൾ ഈ 2 ഫിൽറ്ററും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെള്ളം നല്ല സ്പീഡായിരിക്കും കേട്ടോ. വെള്ളം സ്പീഡില്ലെങ്കിൽ വാഷിംഗ് മെഷീന് വളരെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അലക്കിയത് ക്ലിയർ ആവില്ല. നോക്കിയാൽ നല്ല കച്ചറയാണ്. നമ്മളിത് കുറച്ച് കാലമായി ഇത് ഫിൽറ്റർ ചെയ്യുക, ഇത് ക്ലീൻ ചെയ്യാത്തത്. അപ്പോൾ ഇത് ഊരാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല. പ്ലെയർ ഇട്ടിട്ട് മെല്ലെ ഒന്ന് മേലേക്ക് വലിച്ചാൽ മതി. ഇതാ സിമ്പിൾ പരിപാടിയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫിൽറ്ററും കൂടി ഉണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. നല്ല കച്ചറയാണ് നോക്കിയേ. നമുക്ക് മെക്കാനിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ചെറിയ പരിപാടിയേ ഉള്ളൂ. വെള്ളം സ്പീഡ് കൂട്ടാൻ കേട്ടോ. വെള്ളം സ്പീഡ് കൂട്ടാൻ വേണ്ടി വളരെ ചെറിയ പരിപാടിയുള്ളൂ. അതിന് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്റർ നമുക്ക് ചില സ്ക്രാച്ചോ മറ്റോ വീണ് കഴിഞ്ഞാൽ കച്ചറ ഉള്ളിലേക്ക് പോകും. വളരെ സിമ്പിൾ പരിപാടി. അതാ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സംഗതി സെറ്റ്. ഇനി അടുത്ത ഫിൽറ്ററും കൂടി വരണം. അടുത്ത ഫിൽറ്റർ ഒന്ന് വിരലിനെ കൊണ്ട് തള്ളിക്കൊടുത്താൽ അത് മേലേക്ക് വരും. പിന്നെ അതും കൂടി ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. വളരെ സിമ്പിൾ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഇതും ബ്രഷ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. കാരണം ഇതും അരിപ്പ ആയതുകൊണ്ട് ശക്തമായിട്ടൊന്നും അരക്കാനൊന്നും പറ്റില്ല. വളരെ നമ്മൾ സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ സംഗതി സെറ്റ്. അതും കൂടി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് മെല്ലെ അവിടെ വെച്ച് കൊടുത്തിട്ട് താഴേക്ക് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് താഴേക്ക് പോയി അടുത്ത ഫിൽറ്ററും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വെള്ളം ജോയിൻ ചെയ്ത് കൊടുക്കുക. സംഗതി സെറ്റ്. വെള്ളം സ്പീഡായി. അടുത്തത് നമുക്ക് ഈ വെള്ളം പിന്നെ ക്ലീൻ ആകുന്ന സമയത്ത് നമ്മൾ അലക്കിയതൊന്നും ഒന്നും വൃത്തിയാവില്ല. അപ്പോൾ നമുക്കതിൻ്റെ പോക്കറ്റും കൂടി പിന്നെ മാറ്റുക. കാരണം നൂലും മറ്റേതെല്ലാം കൊടുക്കുന്ന ഫിൽറ്റർ ഉണ്ടല്ലോ, അവിടെ ഒരു ഫിൽറ്റർ ഉണ്ട് അടിയിൽ. ആ ഫിൽറ്റർ നമുക്ക് എന്ത് ചെയ്യുക, ഊരി മാറ്റി അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. വളരെ ചെറിയ പരിപാടിയേ ഉള്ളൂ. ഇത് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഫിൽറ്റർ നമുക്ക് ഊരാൻ പറ്റും. വളരെ രസമായ ചെറിയ പരിപാടിയേ ഉള്ളൂ. അത് വേറെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ കച്ചറ നോക്കുക. നിങ്ങൾ നോക്കി അതിൻ്റെ കച്ചറ ഉണ്ടോ, അതിന് പോക്കറ്റ് ഒന്ന് അടിമറിച്ചിട്ട് കൊടുക്കുക. നോക്കി അതിൻ്റെ ഉള്ളിൽ നൂലും കച്ചറയും നോക്കിയാൽ വളരെ സിമ്പിൾ പരിപാടി. ഇത് അറിയാത്തവർക്കുള്ള മാത്രമാണ്. വളരെ ചെറിയ പരിപാടി. നോക്കിയേ നൂല് കണ്ട, അതിൻ്റെ നൂലും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഇത് പിന്നെ കുടുങ്ങി കിടക്കുക. അപ്പോൾ അത് ഞാനിത് സർഫം പൊടി ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. വളരെ നിസ്സാരമായ പരിപാടിയുള്ളൂ. ഇതിന് അടിയിൽ ആ ബ്ലേഡും കൂടി വരണം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ പെർഫെക്റ്റായി. ഇപ്പോൾ ഫിൽറ്റർ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ അവിടെ പ്രസ് ചെയ്തിട്ടൊന്ന് ഉൾഭാഗത്തേക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി ഇത് ഊരാൻ വേണ്ടിയിട്ട്. വളരെ ചെറിയ പരിപാടിയുള്ളൂ. സംഗതി സെറ്റ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തത് നമുക്ക് ഈ ബ്ലേഡ് ഊരുന്നത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ.